ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോബ് ഓഫേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഇഫ് യു ഹാവ് എൻ എക്സലന്റ് പ്രൊഫൈൽ. ഹലോ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ പ്രീമിയം എടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത്. അപ്പോൾ ലിങ്ക്ഡിൻ പ്രീമിയം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ സംഗതി ഇത്രയേ ഉള്ളൂ. ലിങ്ക്ഡിൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ തന്നെ വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ച് നമുക്കൊരല്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ലിങ്ക്ഡിനിലുണ്ട്. അപ്പം മറ്റ് സാധാരണ ആപ്പുകൾ പോലെ കുറച്ച് നാൾ ട്രയലായിട്ട് ഫ്രീ യൂസ് ചെയ്യാം, പിന്നീട് പേയ്മെൻറ്റ് ഉണ്ടെങ്കിലേ ഉപയോഗിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമല്ല. പക്ഷേ അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് ലിങ്ക്ഡിൻ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജോബ് സീക്കറെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പ്രീമിയം എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതെന്തിനാണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളതിൽ നിന്ന് ലിസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ലിങ്ക്ഡിന് പ്രീമിയം എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. സെയിൽസ് നാവിഗേറ്റർ ഉണ്ട്, അങ്ങനെ പല കരിയർ മാത്രമല്ലാണ്ട് പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നിവിടെ ഒരു ലിങ്ക്ഡിൻ കരിയർ ആസ്പെക്റ്റിലുള്ള പ്രീമിയത്തെ പറ്റി മാത്രമാണ്. കാരണം ജോബ് സീക്കേഴ്സിനെ സ്പെസിഫിക് ആയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ജോബ് സീക്കേഴ്സിനെ സംബന്ധിച്ച് ലിങ്ക്ഡിൻ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 9 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് പോയിന്റുകൾ ഞാൻ പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻമെയിൽ മെസ്സേജസ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ലിങ്ക്ഡിനിൽ പുതിയ ആൾക്കാരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. റിക്രൂട്ടേഴ്സിനെയും ബിസിനസ് ഓണേഴ്സിനെയും മാനേജേഴ്സിനെയും ഒക്കെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും ഫോർ റിക്രൂട്ട്മെന്റ് പർപ്പസ്. നമുക്ക് ജോബ് വേക്കൻസി ഉണ്ടോ, റെഫർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട്. ആ ഒരു പോയിന്റോടെ ആഡ് ചെയ്യാം. ജോബ് വേക്കൻസീസ് മാത്രമല്ല, നിങ്ങൾ MNCസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ റെഫറൽ പ്രോഗ്രാംസ് ഉണ്ട്. സോ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അവിടെ മറ്റൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബോണസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ വിൽ ബി ഹാപ്പി ടു റെഫർ യു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പൊതുവേ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുകയായിരിക്കും. ഇൻ കേസ് അവർ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഇല്ലാത്ത ഒരാളായി. സോ നോർമൽ പ്രൊഫൈലിൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഇല്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ അല്ല. നമുക്ക് ലിങ്ക്ഡിൻ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ ഇൻമെയിൽ എന്നൊരു ഫീച്ചർ കിട്ടും. മാസം 10 പേർക്കോ മറ്റോ നമുക്കൊരു നമ്പർ ഉണ്ട്. അത്ര തവണ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു മെസ്സേജ് അയക്കാം. മാത്രമല്ല അത് സ്പാം പോലെ എവിടെയും പോയി കിടക്കില്ല, അവരുടെ മെസ്സേജസ് ഏറ്റവും മുകളിൽ വന്ന് കിടക്കുകയും ചെയ്യും. സോ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. റിക്രൂട്ടർ ആവാം, മറ്റേരും ആകാം. മറ്റൊന്ന്, നമ്മുടെ പ്രൊഫൈൽസ് കാണുന്ന ആൾക്കാർ 90 ദിവസങ്ങളിൽ കഴിഞ്ഞ 90 ദിവസം നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ വിസിറ്റ് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റും. 2 തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ റിക്രൂട്ടേഴ്സോ അവിടുത്തെ ആരെങ്കിലും ഒക്കെ നമ്മുടെ പ്രൊഫൈൽ കയറി നോക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. 2, റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ ലൈക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മളുടെ പ്രൊഫൈൽ കാണണം നമ്മൾ വിഷ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ കയറി നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ എവിടെയോ പ്രശ്നങ്ങളുണ്ട്, ഇംപ്രൂവൈസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ജോബ് ഇൻസൈറ്റ്സ് ആണ്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് കേട്ടോ. ജോബ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളിലേക്ക് ഡെഫിനറ്റ്ലി 100 1000 മറ്റ് ആപ്ലിക്കേഷൻസ് പോയിട്ടുണ്ടാവും. ആ ആപ്ലിക്കൻസുമായിട്ടുള്ള നമ്മുടെ കമ്പാരിസൺ, നിങ്ങൾക്ക് ഇല്ലാത്ത മറ്റുള്ളവർക്ക് കോമൺ ആയിട്ടുണ്ടെന്ന് കാണുന്ന സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു, ഓർ കൂടുതൽ ആൾക്കാരും ഏത് പ്രൊഫൈലുള്ളവരാണ്, ഏത് സീനിയോറിറ്റി ലെവലാണ്, ഇങ്ങനെയുള്ള കുറേ ഇൻസൈറ്റ്സ്, ഏത് റീജിയണിൽ നിന്നാണ്, എന്ത് ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ലിങ്ക്ഡിൻ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ടുള്ളത് വരുത്തണമെങ്കിൽ വരുത്താം. അപ്ലൈ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ആ സമയത്തിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു സംഗതി, എന്നെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, അതെല്ലാവർക്കും പ്രധാനപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. ദാറ്റ് ഈസ് ലിങ്ക്ഡിൻ ലേണിംഗ്. അക്കാഡമി, യുഡെമി, കോഴ്സെറ ഒക്കെ പോലെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലേക്കൊരു ആക്സസ് നമുക്ക് കിട്ടും. ഒരു സെപ്പറേറ്റ് ആപ്പ് തന്നെ നമുക്ക് ഫോൺ യൂസേഴ്സിന് കിട്ടുകയും ചെയ്യും. സോ ലിങ്ക്ഡിൻ ലേണിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണെങ്കിലും അവിടെ കോഴ്സസ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി കോണ്ടന്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ, 6 Sigma പോലുള്ള ടോപ്പിക്സ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടെ തൊട്ടുള്ള എല്ലാ ടൈപ്പ് സംഗതികളും ടോപ്പ് പ്രൊഫഷണൽസായിട്ട് ഇൻ്റർവ്യൂസ് ഉൾപ്പെടെ ഉള്ളത് കാണും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഓരോ ഇൻഡസ്ട്രിയിലും റിയൽ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഗ്രാംസ്, സെഷൻസ് ആണ് നടക്കുന്നത്. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒന്ന്, ഫീച്ചേർഡ് ആപ്ലിക്കൻറ്റ്. അതായത് ഒരു ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രീമിയം പ്രൊഫൈലുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് ഫീച്ചേർഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് കിടക്കും. സോ ഒരു റിക്രൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൻ്റെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നൊന്ന്, സാലറി ഇൻസൈറ്റ്സ്. ഓരോ റോൾസിലേക്കും ഓരോ ജോബ് റോൾസിലേക്കും ഉള്ള പൊട്ടൻഷ്യൽ സാലറി റേഞ്ച് എത്രയൊക്കെയാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതനുസരിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റും. ചില സമയത്ത് നെഗോഷിയേഷനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻസൈറ്റ് ഹെൽപ്പ് ചെയ്യും. 7ാമത്തെ പോയിന്റ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും അല്ലെങ്കിൽ ഓവറോൾ ഒരു ജോബിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ലിങ്ക്ഡിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നാണ് ഇത്. അപ്പം ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ടുള്ള പല ടൂൾസും, എസ്പെഷ്യലി വളരെ
കോമൺ ആയിട്ട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഹൗ ടു ആൻസർ എന്നുള്ള കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിൻ നമുക്ക് അതിലേക്ക് ഒരു ആക്സസ് തരും. നമുക്ക് അതൊക്കെ വെച്ചിട്ട് ട്രെയിൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചുള്ള കരിയർ ഇൻസൈറ്റ്സ്. സോ ആ കമ്പനിയുടെ ഒരു കരിയർ ഗ്രോത്ത് എങ്ങനെയുണ്ട്, അവരുടെ ഒരു ഹയറിംഗ് ട്രെൻഡ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ആ കമ്പനി സെലക്ട് ചെയ്യണോ, നമുക്ക് അപ്ലൈ ചെയ്താൽ ഒരു എന്താ പറയുക കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. തന്നെയല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനം ജെന്യുവിൻ ആണോ എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ, അവരുടെ ഒരു കപ്പാസിറ്റി എങ്ങനെയുണ്ട്, നല്ലൊരു കമ്പനിയാണെന്നൊക്കെ അറിയാനും ഈ ഇൻസൈറ്റ്സ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ, ഓപ്പൺ പ്രൊഫൈൽ. ഈ പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ആക്കി വെക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിനിൽ ഏത് ഒരാൾക്കും നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. സോ നമ്മളൊരു കണക്ഷനിലുള്ള ആളല്ലെങ്കിൽ പോലും, കാരണം ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുള്ളത്, എനിക്ക് ഇങ്ങനൊരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ജോബ് ഓഫർ തന്നു, സോ ഇങ്ങോട്ട് ഓഫർ വന്നത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇത് ലിങ്ക്ഡിനിൽ കോമൺ ആയിട്ട് നടക്കുന്നതാണ്. അതായത് ഒരുപാട് ജെന്യുവൻ കേസസ് നമുക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊരു വേക്കൻറ്റ് റോളിലേക്ക് ഒരാളെ നോക്കുകയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു, താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിനാരിയോ ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോബ് ഓഫേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഇഫ് യു ഹാവ് എൻ എക്സലന്റ് പ്രൊഫൈൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്രൊഫൈൽ പ്രിപ്പയർഡ് ആക്കി വെക്കുക. തന്നെയല്ല, അങ്ങനെയുള്ള ഒരു മെസ്സേജ് വരുമ്പോൾ ആ സ്ഥാപനത്തെ പറ്റി നമുക്ക് ഇങ്ങനെയുള്ള കരിയർ ഇൻസൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡബിൾ ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഇതാണ് ഒരു ലിങ്ക്ഡിൻ പ്രീമിയം ഉപയോഗിക്കുകയാണെങ്കിലുള്ള 9 മേജർ ബെനിഫിറ്റ്സ്. നിങ്ങൾക്ക് ഒരു ഫ്രീ പ്രീമിയം ട്രയൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കണ്ട. ആ സമയത്ത് നിങ്ങൾ ജോബ് സെർച്ചിനിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം, ബിക്കോസ് അതൊരു 1 മന്തേ കിട്ടുള്ളൂ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, റുപ്പേ കാർഡ് അല്ലാതെ മാസ്റ്റർ കാർഡ് ഒരു വിസ കാർഡ് അല്ല, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. 2 രൂപയോ മറ്റോ ഒരു പ്രോസസ്സിംഗ് ചാർജ് എടുക്കും, അത് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കേണ്ടത്, 28-29 ദിവസത്തിനുള്ളിൽ സെറ്റിങ്സിൽ പോയിട്ട് അത് ക്യാൻസൽ ചെയ്യുക നമ്മുടെ പ്രീമിയം. അല്ലാന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അടുത്ത മാസത്തേക്കുള്ള ഏകദേശം 1200 മുകളിലുള്ളൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ അതിന് ഒരു ഇടവരുത്താതിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ.